എല്ലാവരും സുഖമല്ലേ? ഇന്നൊരു വെജിറ്റേറിയൻ ഡിഷ് ഉണ്ടാക്കാം. പാലക് പനീർ. യൂഷ്വലി ഇത് പച്ച കളറിലാണ് ഉണ്ടാവുക. പച്ച പാലക് ചീരനെ കൊണ്ടാണ് ബേസ് ചെയ്യുക. ഞാനിന്ന് പേർപ്പിൾ ചീരനെ കൊണ്ടാണ് ചെയ്യുന്നത്. രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ്. ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു 200 ഗ്രാം പനീർ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3/4 കഷ്ണം വലിയ സവാള കൊത്തിയരിഞ്ഞത്. പിന്നെ കാശ്മീരി മുളക് പൊടി കുറച്ച്. പിന്നെ ഗാർലിക് ഒരു 4-5 അല്ലി. കുറച്ച് ഗരം മസാലപ്പൊടി. പിന്നെ മേത്തി ലീവ്സ്. പിന്നെ ഒരു ഹാൻഡ്ഫുൾ കാഷ്യൂസ്. പിന്നെ അതുപോലെ ഒരു വലിയ ബഞ്ച് പേർപ്പിൾ ചീര. അരക്കഷ്ണം ലെമൺ. പിന്നെ ജീരകം ഒരു ടേബിൾ സ്പൂണോളം. നമുക്ക് പനീറിന് ഗരം മസാലയും ലെമണും ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഹോൾ സ്പൈസസും ഉണ്ട്. ഹോൾ സ്പൈസസും ജീരകവും ഒരു പാനിൽ കുറച്ച് എണ്ണയിൽ സോട്ടേ ചെയ്യാം. അതിലേക്ക് പൊടിയായി അരിഞ്ഞ ഗാർലിക് ഇടാം. അതൊന്ന് മൂപ്പിച്ചിട്ട് സവാള ഇടാം. ഒന്ന് വഴണ്ട് വരുമ്പം നമുക്ക് മുളക് പൊടി ഇടാം. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഇത്ര കളറ് ഉണ്ടാവില്ല. അപ്പോൾ ഈ പേർപ്പിൾ ചീരൻ്റെ കളറ് മുന്നേ നിന്നിട്ട് കുറേ കൂടെ ഭംഗി ഉണ്ടാവും കാണാൻ. ഇനി കാഷ്യൂസ് ഇട്ടു. കാഷ്യൂസാണ് അതിന് തിക്നെസ് തരുന്നത്. ഇത് നമുക്ക് ലാസ്റ്റ് ഇതെല്ലാം വഴറ്റി കഴിഞ്ഞിട്ട് മിക്സിയിൽ അരച്ചെടുക്കേണ്ടതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം. അതിനുശേഷം നമ്മൾ ചീര ഇടാം. ചീര ഇട്ടിട്ട് ഒരുപാട് നേരം ഒന്നും വഴറ്റണ്ട. അതൊന്ന് വിൽറ്റായാൽ മതി, ഒന്ന് വാടി കിട്ടിയാൽ മതി. പെട്ടെന്ന് തന്നെ ആവും. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ടോസ് ചെയ്യുമ്പോഴത്തേക്ക് അതാവും. എന്നിട്ട് അത് തണിയാൻ വെക്കുക. ആയിട്ടുണ്ട്. ഇനി തണിയട്ടെ നമുക്ക്. എന്നിട്ട് മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇത് തണിയുന്ന നേരത്തിന് നമുക്ക് ഇവിടെ മിക്സിയിൽ അരച്ചെടുത്തു. പനീർ സൈഡിൽ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണയിൽ നെയ്യായാലും മതി. പനീറിന് അപ്പുറത്തും ഇപ്പുറത്തും മറിച്ചിടുക. ഇതിലുള്ള മാരിനേഡ് ഗരം മസാലപ്പൊടിയും ലെമണുമാണ്. എന്നിട്ട് അതിലേക്ക് തന്നെ നമുക്ക് ഈ അരച്ചതെടുത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് തിള വന്നാൽ മതി. ഈ പനീറിന് ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടും ഈ ചീരേൻ്റെത്. എന്നിട്ട് നമുക്കതിലേക്ക് ലാസ്റ്റ് വേണ്ടത് കുറച്ച് മേത്തി ലീവ്സാണ്. ഒരു തിള വന്നാൽ മതി, ഒരുപാട് നേരം ഇട്ട് വേവിക്കണ്ട. റെഡി ആയിട്ടുണ്ട് കറി. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് ക്രീം ഒഴിച്ചു കൊടുക്കാം, അല്ലെ ബട്ടർ ഇടാം. ഞാനതൊന്നും ഇട്ടിട്ടില്ല. ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചപ്പാത്തീൻ്റെ കൂടെ നന്നായിട്ടുണ്ടാവും, റൈസിൻ്റെ കൂടെയും നന്നായിട്ടുണ്ടാവും. ട്രൈ ചെയ്ത് നോക്ക്. വെജിറ്റേറിയൻ ആയിട്ടിരിക്കുമ്പോഴൊക്കെ കഴിക്കാൻ നല്ലൊരു പ്രോട്ടീൻ ഡിഷാണ്. താങ്ക്സ് കേട്ടോ.